രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട് കേന്ദ്രം അയച്ച കത്തിന്റെ പകർപ്പ് പുറത്ത്. കത്ത് ലഭിച്ചത് ഒക്ടോബർ 22-നാണ്. എയർലിഫ്റ്റിംഗിന് ചെലവായ 132.62 കോടി രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കത്തിലുള്ളത്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ് ശ്രീജിത്ത്? 2019 ഒക്ടോബർ 22 മുതൽ 2024 ജൂലൈ 31 വരെയുള്ള കാലത്ത് എയർലിഫ്റ്റിങ്ങിനും മറ്റു രക്ഷാപ്രവർത്തനങ്ങൾക്കും വ്യോമസേനാ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിൻ്റെ ചെലവായ തുക ഇനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നഷ്ടപരിഹാരം അതിൻ്റെ പണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 132,60,98,733 രൂപ ഈ രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എയർ മാർഷൽ വിക്രം ഗൗർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നത്. ഒക്ടോബർ 22-നാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വി വേണുവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള കത്ത് സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും പണം കുടിശ്ശികയായി കിടക്കുന്നു, ഇതിൻ്റെ ബിൽ സെറ്റിൽ ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കത്താണ് സർക്കാരിന് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത്. ഈ പ്രശ്നം അമിക്കബിളായി പരിഹരിക്കാൻ ഇടപെടണമെന്നാണ് കത്തിലെ ആവശ്യം. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനായി രക്ഷാപ്രവർത്തനത്തിനായി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിൻ്റെ നമ്മളൊരു വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അഭിമുഖീകരിച്ച് നിൽക്കുകയാണ്. അതിൽ തന്നെ കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനം അതിശക്തമായി സർക്കാർ ഉയർത്തുന്ന ഒരു സാഹചര്യവുമാണ്. അതിനിടയിൽ ഈ കുടിശ്ശിക തുക അടയ്ക്കണം എന്ന ആവശ്യത്തോട് സർക്കാരിൻ്റെ നിലപാട് എന്താണ് ശ്രീ? അതായത് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മറ്റ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സഹായം എന്ന നിലയിലാണ് വ്യോമസേനയുടെയും നാവികസേനയുടെയും ഒക്കെ സഹായം സംസ്ഥാനം അഭ്യർത്ഥിച്ചത്. അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇതിന് തുക ഈടാക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള തുകകൾ കുടിശ്ശികയായി വരുമ്പോൾ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ദുരന്ത പ്രതികരണ നിധി അഥവാ SDRF നിന്ന് ആ തുക കിഴിക്കുകയാണ് പതിവ്. അത്തരത്തിൽ തുക നൽകാൻ SDRF മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നുമുണ്ട്.